പരിപാടികൾക്കൊക്കെ തുടക്കം കുറിച്ചത്. 75 പരിപാടികളാണ് നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം 60ഓളം പരിപാടികൾ നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ ഇന്ന് നടക്കുന്ന പരിപാടി മികച്ച നെൽകർഷകനുള്ള ആദരം ഏറ്റുവാങ്ങിയ നമ്മുടെ ശ്രീ ആർ അനിൽകുമാർ അവർകൾ കണ്ടോ പുത്തരിപ്പാടം പാടിയിട്ട് കൊയ്യണ നല്ലൊരു പാടം. കണ്ടോ പുത്തരിപ്പാടം പാടിയിട്ട് കൊയ്യണ നല്ലൊരു പാടം. നാടകം മാറിയാലും പാടം. നമസ്കാരം അനിൽ സാർ, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഞങ്ങൾക്ക് കൃഷിയെ പറ്റി പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ. ഈ നെൽകൃഷി നമ്മൾ തുടക്കം പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഈ പുതുമഴയൊക്കെ പെയ്യും ഏകദേശം ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നമ്മൾ കണ്ടൊക്കെ പൂട്ടിയിട്ടിട്ട് നമ്മുടെ ഇവിടെ ഈ കനാല് വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മഴയെ ആശ്രയിച്ച് മാത്രമാണ് ചെയ്യല്. അപ്പൊ നമ്മൾ മഴ പെയ്ത് എപ്പോൾ വെള്ളമാവണം അപ്പൊ നമ്മൾ ഞാറ് പാകും. ഞാറ് പാകുക പറഞ്ഞ ഒരേക്കറിന് ഒരു 30 കിലോ നെല്ല് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ചാക്കിലാക്കി വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്ക് അത് മുളയ്ക്കും. അതിനെ ആദ്യം ഒരു ഞാറ്റടി തയ്യാറാക്കി അതിൽ വിതയ്ക്കും. പിന്നെ ഒരു 30 ദിവസമാകുമ്പോൾ അത് കണ്ടത്തിൽ പറിച്ച് നടും. പിന്നെ അതിന് മരുന്നുകൾ, വളം ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആവണമെങ്കിൽ ഏകദേശം ഒരു 130 ദിവസമാകും ഈ നെല്ലിനൊക്കെ. ഇപ്പോൾ ഇത് പൊന്മണി എന്ന് പറഞ്ഞ നെല്ലാണ്. ഇതിനൊരു 155 ദിവസമാണ് മൂപ്പുള്ളത്. അത് നമ്മുടെ സർക്കാർ സപ്ലൈകോ പറഞ്ഞിട്ടൊരു സംവിധാനത്തിൽ നെല്ല് സംഭരിക്കും. നമ്മളിവിടെ കൊയ്തിട്ട് ചാക്കിലാക്കി വെച്ചാൽ അവർ ലോറിയിൽ വന്നിട്ട് കയറ്റിക്കൊണ്ടുപോകും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അക്കൗണ്ടിൽ പൈസ എത്തും.